ഏറ്റവും ഹെൽത്തി ആയിട്ട് മണി പ്ലാന്റ് വീട്ടിൽ വളർത്താമെന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിലത്ത് പടർന്നു പോയിട്ടിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ ചെടിയാണ്. ഈ മണി പ്ലാന്റിൻ്റെ ചെടി ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ തമ്പനയിൽ കണ്ടതുപോലെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള വള്ളികൾ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി നടുവാനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു റൂട്ടും അതുപോലെ ഒരു സ്റ്റെമ്മും ഒരു റൂട്ടും ഒരു ലീഫും അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ലീഫുള്ള തണ്ടിൽ ഒരു റൂട്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മും ഉണ്ടായിരിക്കണം. ഇല മാത്രം റൂട്ട് മാത്രം ആവാതെ സ്റ്റെമ്മും അതുപോലെ തന്നെ റൂട്ടും ലീഫും കൂടിയിട്ടായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ എല്ലാം ലീഫ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലീഫിനെല്ലാം കേട് വന്നിട്ടുണ്ട്, ചിലതെല്ലാം അഴുക്കായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വേരുകളെല്ലാം നല്ല വേരുകളല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ലീഫ് മാത്രം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫും വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓരോ ഇതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അത്യാവശ്യം ഇപ്പോൾ നല്ല നീളമുള്ള വള്ളിയായിരുന്നു. അപ്പോൾ ഇതിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ലീഫെല്ലാം കിട്ടിയിട്ടുണ്ട്, അതായത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ അതിന്ന് നട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് അത്യാവശ്യം നല്ല വേരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രീൻ കളറും അതിന് നടുവിലായിട്ടും അതേപോലെ സൈഡിലായിട്ടും എന്താ പറയുക യെല്ലോ കളറും കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് നല്ല ഭംഗിയുള്ള മണി പ്ലാന്റ് തന്നെയാണിത്. നമുക്ക് വീടിൻ്റെ അകത്തായിട്ടും വെക്കാൻ വേണ്ടി പറ്റും, അതുപോലെ ഔട്ട്ഡോറായിട്ടും വെക്കാൻ വേണ്ടി പറ്റും. രണ്ടിടത്തായാലും വെച്ചാലും നമുക്ക് മണി പ്ലാന്റ് എങ്ങനെ തന്നെ വെച്ചാലും അത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ലീഫും ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ പ്ലാന്റും ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചട്ടിയിൽ കുറച്ചും കൂടി ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളർന്നു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 10-12ഓളം ലീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലീഫുകളെല്ലാം ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ഇത് പിടിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. ഇങ്ങനെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ എത്ര ഒതുങ്ങോ അത്രയും ലീഫ് നമുക്ക് എടുക്കാം. അതായത് അതിൻ്റെ വേരും സ്റ്റെമ്മോട് കൂടിയുള്ള ലീഫ് നമുക്ക് എടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട്, അതായത് രണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. 2 തവണ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ വേണ്ട. അതിൽ കൂടുതൽ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ എടുക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, അതുപോലെ ചാണകപ്പൊടി, പിന്നെ കോക്കോപീറ്റ്. ഈ കോക്കോപീറ്റ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കോക്കോപീറ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. കാണാത്തവർ അത് കാണണം. അപ്പോൾ ഈ 2 പോട്ടിംഗ് മിക്സാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ 3 കൂടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടെറസിൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറുത്ത പൊടി പോലെ കിട്ടും. ആ പൊടിയും കൂടി ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അതായത് മണി പ്ലാന്റിന് ഞാൻ ഇത്രയും പുഷിയായിട്ട് വളർത്തുന്ന ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഒരു മണലും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മണി പ്ലാന്റ് വളർന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ സാധാരണ നട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ കോക്കോപീറ്റ്, പിന്നെ ആ ഒരു സാൻഡും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാനിപ്പോൾ മണി പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ്. ഇനി നമുക്ക് മണി പ്ലാന്റ് നടാൻ പാകമായിട്ടുള്ള ഒരു ചട്ടി എടുക്കുന്നുണ്ട്. ഇതൊരു ഹാങ്ങിങ് ചട്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ സാധാരണ ചട്ടിയിൽ വേണമെങ്കിലും മണി പ്ലാന്റ് നട്ട് കൊടുക്കുന്നത്. ഞാൻ ഹാങ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഹാങ്ങിങ് ചട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ആയിട്ടും നമുക്ക് മണി പ്ലാന്റ് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഹോളുള്ള ഭാഗത്ത് ഞാനിപ്പോൾ ഒരു ഓടും കഷ്ണം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് ഇപ്പോൾ ഈ ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം അര ഭാഗത്തോളം തന്നെ ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇനി മണി പ്ലാന്റ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ഞാൻ ഓരോ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ മണി പ്ലാന്റ് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. മണി പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതിൽ റബ്ബർ ബാൻഡ് ഞാനത് മാറ്റിയിട്ടില്ല. റബ്ബർ ബാൻഡോട് കൂടിയാണ് ഇതിപ്പോൾ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സൈഡിലേക്കായിട്ട് ഞാൻ ലീഫെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ താഴേക്കായിട്ട് ഇപ്പോൾ പോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇല മൂടുന്ന രീതിയിൽ അതായത് പോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുക്കണ്ട. ആ തണ്ടും അതുപോലെ വേരും മൂടുന്ന രീതിയിൽ നമ്മൾ ഈ മണ്ണും നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഞാൻ അതിന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. മെല്ലെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പോട്ടിംഗ് മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇനി ആ റബ്ബർ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അതിൻ്റെ തണ്ടോ അല്ലെങ്കിൽ ലീഫോ ഒന്നും കട്ടായി പോകാതെ നമ്മളത് ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്തപ്പോൾ അതിൽ നിന്നൊരിപ്പോൾ ഒരു ലീഫ് കട്ടായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. ആ റബ്ബർ ബാൻഡ് നമ്മൾ ആ മണ്ണിൽ വെക്കേണ്ട കാര്യമില്ല, അത് നമ്മളത് കളയുക. പിന്നെ അത് കുറച്ചും കൂടി ബുഷിയായിട്ട് തന്നെ ആ മണി പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് വെക്കാനൊന്നും പാടില്ല. നമ്മളൊരു തണലുള്ള ഭാഗത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഏത് ചെടി നട്ട് കഴിഞ്ഞാലും അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ബൈ.